നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കോഡ് റൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഫാൾസ് ആണെങ്കിൽ മറ്റൊരു കോഡ് റൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷണൽ ഓപ്പറേറ്ററിനെ പോലെയാണ് ഇതും പ്രവർത്തിക്കുന്നത്. നമുക്ക് 3 തരത്തിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ആദ്യത്തെ സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഈഫ് കൊടുത്ത ശേഷം ബ്രാക്കറ്റിനുള്ളിൽ കണ്ടീഷൻ കൊടുക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അതിനുള്ളിലുള്ള ഈ ഒരു കോഡ് നമുക്ക് റൺ ആവുന്നു. പിന്നെ ഉള്ളത് ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് കണ്ടീഷൻ കൊടുക്കാൻ സാധിക്കും. മുകളിൽ കൊടുത്ത കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യത്തെ കോഡ് റൺ ആവും, ഫാൾസ് ആണെങ്കിൽ ഈ എൽസിന് ശേഷമുള്ള ഈ ബ്ലോക്ക് റൺ ആവുന്നതായിരിക്കും. പിന്നെയുള്ളത് ഈഫ് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതൊരു കണ്ടിന്യൂസ് ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഇതിൽ നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും ഇതുപോലെ താഴോട്ട് ഇതുപോലെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അവസാനം നമ്മൾ മുകളിലെ കൊടുത്ത കണ്ടീഷൻ ഒന്നുമല്ലെങ്കിൽ അവസാനം ഈ എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിനുള്ളിലുള്ള കോഡ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഓരോ കണ്ടീഷനും നമ്മൾ ഓരോരോ ബ്ലോക്ക് കോഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കണ്ടീഷൻ ട്രൂ ആകുന്നതിനനുസരിച്ച് അതിനുള്ളിലുള്ള കോഡ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. സോ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ VS കോഡ് ഓപ്പൺ ചെയ്യുന്നു. സോ നമ്മൾ ആദ്യമായി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. വാർ നം ഈക്വൽ ടു 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ. സോ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഓക്കെ, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ട്രൂ മാത്രം ചെക്ക് ചെയ്യുന്നു. ഓക്കെ. സോ നമ്മൾ ആദ്യം ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇതിനുള്ളിലാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് നം ഗ്രേറ്റർ ദാൻ 0, നമ്മൾ കൊടുത്ത നമ്പർ 0ത്തേക്കാളും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ പ്രിൻറ്റ് പോസിറ്റീവ് നമ്പർ എന്നിവിടെ കൊടുക്കുന്നു. പോസിറ്റീവ് നമ്പർ. ഇതാണ് സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നമ്മൾ ഒരു കണ്ടീഷൻ മാത്രം ചെക്ക് ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ മാത്രം നമ്മുടെ റിസൾട്ട് റൺ ചെയ്യുന്നു. സോ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, 0ൽ കൂടുതലാണ്. സോ നമ്മളിവിടെ റൺ ചെയ്യാം. സോ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെക്റ്റഡ് സെമിക്കോളൻ ഓക്കെ, നമ്മളിവിടെ സെമിക്കോളൻ കൊടുത്തില്ലായിരുന്നു. സോ സെമിക്കോളൻ കൊടുത്ത ശേഷം സേവ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാം. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കും. കാരണം നമ്മളിവിടെ കൊടുത്തത് 10 ആണ്. സോ ഇതിൽ നമ്മൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കോഡ് നമ്മൾ ഇതിനുള്ളിൽ എഴുതിയിട്ടുള്ള കോഡ് റൺ ആവുകയുള്ളൂ. സോ ഉദാഹരണമായി നമ്മൾ കണ്ടീഷൻ ഫാൾസ് ആക്കാം. സോ നമ്മളിവിടെ മൈനസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ആവുന്നതായിരിക്കില്ല. കാരണം ഇത് ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതെങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് താഴെ വന്നതിന് ശേഷം എൽസ് എന്ന് കൊടുക്കുക, മറ്റൊരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിൽ മുകളിൽ കൊടുത്ത കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? സോ നമ്മൾ പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നെഗറ്റീവ് എന്ന് കൊടുക്കുന്നു. നെഗറ്റീവ് നമ്പർ. സേവ് ചെയ്യാം. ഇനി സേവ് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്നതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിലും അതുപോലെ ഫാൾസ് ആണെങ്കിലും നമുക്ക് കോഡ് റൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ കൊടുത്ത കോഡ് നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എൽസ് ആണ്. സോ നമുക്കിനി ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു കണ്ടീഷൻ മാത്രമാണ് ചെക്ക് ചെയ്തത്. നമുക്കിനി ഒന്നിൽ കൂടുതൽ എത്ര കണ്ടീഷൻ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ഒരു സ്ട്രിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. സ്ട്രിങ് നമ്മളിവിടെ എ എന്ന് കൊടുക്കുന്നു. ഓക്കെ. സോ നമ്മൾ നം ഈക്വൽ ടു എ ആണെങ്കിൽ നമ്മൾ ആപ്പിൾ എന്ന് വേരിയബിൾ നെയിം നമ്മൾ നം എന്ന് തന്നെ കൊടുക്കാം. സോ നമ്മളിവിടെ സ്ട്രിങ് ആണ് കൊടുക്കുന്നതെന്ന് മാത്രം. സോ നമ്മൾ എ ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആപ്പിൾ എന്ന് ലഭിക്കും. അതുപോലെ സോ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യുക? എൽസ് ഈഫ് എന്ന് കൊടുക്കുക, ഒരു ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിനുള്ളിൽ നമ്മൾ നം ഈക്വൽ ടു ബി ആണെങ്കിൽ നമ്മൾ ഇവിടെ ബാറ്റ് എന്ന് കൊടുക്കുന്നു. ബാറ്റ്. ഇനിയും നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും താഴോട്ട് ചെക്ക് ചെയ്യാം. സോ നമ്മൾ എൽസ് ഈഫ് നമ്മൾ നം ഈക്വൽ ടു സി ആണെങ്കിൽ നമ്മൾ ക്യാറ്റ് എന്ന് കൊടുക്കുന്നു. ക്യാറ്റ്. ഓക്കെ. സോ നമുക്ക് ക്യാറ്റ് എന്ന് പ്രിന്റ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും താഴോട്ട് പോകാം. സോ ഇനി നമുക്ക് അവസാനം നമുക്ക് ഈ കണ്ടീഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ സെമിക്കോളൻ കൊടുക്കുക. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്ത കണ്ടീഷൻ ഒന്നുമല്ലെങ്കിൽ ഇഫ് ABC ABC അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അക്ഷരം നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൽസ് എന്ന് പറയുന്ന കീവേഡ് ലാസ്റ്റ് കൊടുക്കാം. സോ എൽസ് ബ്ലോക്കിനുള്ളിൽ നമ്മൾ എഴുതുന്ന കോഡ് മുകളിൽ കൊടുത്ത കണ്ടീഷൻ ഒന്നും മാച്ച് ആവുന്നില്ലെങ്കിൽ ഈ എൽസ് ബ്ലോക്കിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന കോഡ് റൺ ആവുന്നതായിരിക്കും. സോ ഇതിനുള്ളിൽ നമ്മൾ പ്രിൻറ്റ് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് കൊടുക്കാം. ഇൻവാലിഡ് ക്യാരക്ടർ. സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മൾ ക്ലിയർ ചെയ്ത ശേഷം റൺ ചെയ്യുന്നു. ഓക്കെ. സോ നമുക്ക്
ആപ്പിൾ എന്ന് ലഭിക്കുന്നു, കാരണം നമ്മളിവിടെ എ ആണ് കൊടുത്തത്. സോ നമ്മളിവിടെ ബി എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്റ് എന്ന് ലഭിക്കുന്നു. സോ നമ്മൾ സി കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം, നമുക്ക് ക്യാറ്റ് എന്ന് ലഭിക്കുന്നു. സി അല്ലാതെ എയും ബിയും സി അല്ലാതെ മറ്റൊരു ലെറ്റർ നമ്മൾ ഡി എൻ്റർ ചെയ്യുന്നു, സേവ് ചെയ്യുന്നു, റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവാലിഡ് ക്യാരക്ടർ എന്ന് ലഭിക്കുന്നു. സോ നമ്മളിപ്പോൾ 3 തരത്തിലുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത് നമ്മൾ അതിൽ ട്രൂ ആണോ ഫാൾസ് ആണോ അത് ചെക്ക് ചെയ്യുന്ന ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, മൂന്നാമതായി നമ്മൾ പഠിച്ചത് ഈഫ് എൽസ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈഫ് എൽസ് ഈഫിൽ നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും താഴോട്ട് ചെക്ക് ചെയ്യാം. സോ ഇത്തരത്തിൽ നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം.